ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ നമ്മൾ ഷെഡിൽ ചെറിയൊരു നോമ്പോറ കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ എല്ലാവരും ഒന്നുമില്ല, എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കുടുംബമാണ്. ഇക്കാൻ്റെ കുടുംബം വലിയ കുടുംബമാണ്, ഇൻ്റേതും വലിയ കുടുംബം തന്നെയാണ്. നമ്മൾ ഉപ്പച്ചി ഉമ്മ 3 മക്കളാണ്, പക്ഷേ ഇക്കാൻ്റെ അവിടെ 11 മക്കളാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്നുമില്ല, നമ്മളിവിടെ ബാവലിയുള്ള ഏട്ടനനിയന്മാരും തറവാട്ടിലുള്ളവരും അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ചെറിയൊരു നോമ്പോറയാണ് കേട്ടോ. എല്ലാവരും വിളിക്കാത്തത് നാളെ ഇപ്പോൾ തറവാട്ടിൽ നോമ്പോറയാണ്. അപ്പോൾ ഇന്നും നാളെ എല്ലാം എല്ലാവർക്കും വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉസ്താദിൻ്റെ ചിലവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു നോമ്പോറ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നോമ്പ് തുറേൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 1/4 ഭാഗം മാത്രമേ വീഡിയോയിൽ വന്നിട്ടുള്ളൂ. കാരണം എനിക്ക് നമ്മളവിടെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒന്നും അങ്ങോട്ട് നടക്കണില്ല. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ എന്തായാലും ഉച്ചക്കാണ് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ വേഗം ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് അകത്തുനിന്നൊന്നും കഴുകാൻ നിന്നില്ല, കുറച്ച് അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ വൃത്തിക്ക് കഴുകി എടുത്ത് കൊണ്ടുവന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി കൊടുന്നു. പിന്നെ ചിക്കന് ഞാൻ കുറച്ച് പത്തിരിക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതൊന്ന് വേവിക്കാൻ വേണ്ടി പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫും അതുപോലെ കുക്കറിൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് അതും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇക്ക പിന്നെ അത് വെന്തതിൻ്റെ ശേഷം പിന്നെ ഇക്കാൻ്റെ പരിപാടിയാണ്, അതൊക്കെ ആക്കിക്കോളും ബീഫൊക്കെ. പിന്നെ ഇക്ക തന്നെയാണ് കേട്ടോ പിന്നെ എന്താണ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. ആർക്കും ബിരിയാണി നെയ്ച്ചോറിനോടൊന്നും വലിയൊരു താല്പര്യമില്ല. മന്തി ആകുമ്പോൾ മടുപ്പില്ലാതെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മന്തിക്കുള്ള ആ ഒരു ചിക്കൻ നമ്മൾ സാധാരണ മസാല ആക്കിയിട്ട് വെക്കുമല്ലോ, അപ്പോൾ അതിനുള്ളതൊന്ന് മസാല ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. മന്തീൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അല്ലാത്ത ഇട്ടതുകൊണ്ട് ഞാൻ ഇതിലൊന്നും റെസിപ്പിയൊന്നും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു നേരവും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ ആക്കുന്നുണ്ട്. പിന്നെ അതാ 2 ആൾക്കാർ ഉള്ളി ഒക്കെ ഒന്ന് ചോപ്പറിലിട്ട് നമ്മൾ എണ്ണക്കടിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താത്തതാട്ടോ അവിടെ എന്താ പറയുക മസാലയും ഇവിടെ ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എണ്ണക്കടി ആയിട്ട് ഉണ്ടാക്കുന്നത് എന്തായിരുന്നു, സമൂസയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സമൂസയും പിന്നെ ഇറച്ചി ഇട്ടിട്ട് മസാല ബോണ്ട, ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഉരുളകളാക്കിയിട്ട് ഞാനിവിടെ ഉണ്ടാക്കലില്ലേ, ആ ഒരു ബോണ്ട. അങ്ങനെ ആ 2 കടിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വാരി വലിച്ച് കുറേ അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങനെയൊന്നും ആക്കല് കേട്ടോ. ഉള്ളത് എല്ലാം എല്ലാവർക്കും തികഞ്ഞ റാഹത്തായിട്ട് അങ്ങനെ കുറച്ച് മാത്രമാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ 2 എണ്ണക്കടിയും ജ്യൂസും പിന്നെ ഫ്രൂട്ട്സും ഉണ്ടാവുമല്ലോ, പിന്നെ പത്തിരിയും കറിയും പിന്നെ മന്തിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഓരോരുത്തർ ഓരോരോ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഉള്ളി തോല് ഒളിക്കുന്നുണ്ട്, അതുപോലെ മസാല ആക്കുന്നുണ്ട്. പിന്നെ കറി ആയിട്ട് ചിക്കൻ കറീൻ്റെതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് തേങ്ങയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഒന്ന് വെന്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്ത് തന്നെ കുക്കറിൽ മസാല ബോണ്ടൊക്കെയുള്ള ഉരുളക്കിഴങ്ങും ഒന്ന് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ശരിക്കും അങ്ങോട്ട് വോയിസ് കൊടുക്കാൻ അങ്ങനെ അങ്ങോട്ട് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സാധാരണ പോലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണല്ലോ പണികൾ എടുക്കുക, അപ്പോൾ എനിക്കത് അറിയുന്നുണ്ട്, ഇങ്ങനെ പറയാനുള്ള നമുക്ക് കിട്ടും. പക്ഷേ ഇത് പറയുമ്പോൾ ഓരോരുത്തരും പലരും പല പണികൾ എടുക്കണം, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഒരു ഇതായിട്ട് അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണുമ്പം തിരിയുന്നുണ്ടാവും, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മൊത്തത്തിൽ ഞാൻ വീഡിയോ എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അറിയുമല്ലോ, നമുക്ക് നമ്മളെ പുരയിൽ എന്തെങ്കിലും ഒരു പണി ആവശ്യം നടക്കുകയാണ്, എനിക്ക് പ്രത്യേകിച്ചാണ് കേട്ടോ. എല്ലാം ഒന്ന് കഴിയണ വരെ ഭയങ്കര ഒരു വെപ്രാളമായിക്കോട്ടെ, നമുക്ക് എല്ലാം ഒന്ന് എല്ലാം തികയണം, ഒക്കെ ഒന്ന് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം ആവണം എന്നൊക്കെ ഉള്ള ആ ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്തായാലും ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ഞാൻ അതിൽ വറുത്ത് അരച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടതാട്ടോ, അതൊന്ന് വറവിട്ട് അതും അവിടെ റെഡി ആയിക്കണം. ഇനി അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതാ പത്തിരിയാണ്. അപ്പോൾ പത്തിരിക്കുള്ളതാ പൊടിയൊക്കെ വാട്ടി 2 ആൾക്കാർ നമ്മളെ അടുത്തുള്ള താത്തയുണ്ട് കേട്ടോ.
തൊട്ടടുത്തുള്ള സാറാത്തി ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാളും അനിയൻ്റെ ഓളും കൊണ്ട് ഒരു രണ്ടാളും കൂടെ ഇതാ പത്തിരിപ്പണിയിലാണ്. ഒരു രണ്ടാളും കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരത്തുനിന്നും പൊടി തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഇപ്പുറത്തുനിന്ന് പത്തിരി ചുടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല ആക്കിയത് അവർ ഇവിടുന്ന് മേശമൻ തന്നെ അതിനുള്ള ബോണ്ടേൻ്റെ ഉരുളകളും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസേൻ്റെ മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴല്ലേ നമുക്കത് റോള് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സമൂസ നേരത്തെ റോൾ ചെയ്താലും ചുട്ട് വെക്കലും ആവില്ലല്ലോ. അപ്പോൾ പിന്നെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എല്ലാം എടുത്ത് മേശമക്ക് വന്നിട്ട് അടുക്കളയിൽ പിന്നെ അങ്ങനെ വലിയൊരു സൗകര്യം ഉണ്ട്. എന്നാലും അവർ വെക്കാനൊക്കെ ഉള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്ത് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ താത്തയും ഇവരെല്ലാവരും കൂടെ ഇതാട്ടോ അതൊന്ന് റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചിലവർക്കൊന്നും ഇതങ്ങോട്ട് പിടുത്തം കിട്ടണില്ല കേട്ടോ മടക്കാൻ. ഇവിടെ തന്നെ നമ്മൾ അടുത്തുള്ള താത്ത ഉണ്ടല്ലോ, ആ താത്താക്കൊന്നും ഈ ഒരു മടക്കൽ ആ ഒരു പണ്ടത്തെ മൈദ പരത്തിയിട്ട് അതിൽ സമൂസേൻ്റെ പോലെ ആക്കി എടുക്കൽ അറിയും. ഇത് മടക്കാൻ അറിയണില്ല, ആരുടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടേനി. അങ്ങനെ സമൂസ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇതിനോടാണ് താല്പര്യം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോണ്ടി ഉണ്ടായിരുന്നു. എല്ലാം നല്ല തികഞ്ഞ് കുറച്ചൊന്ന് ബാക്കിയായിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊരു സമാധാനം, എല്ലാം തികഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ ആക്കി പിന്നെ എണ്ണക്കടി ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോണ്ടയാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ ഞാൻ തീ കത്തിച്ച് നമ്മൾ അടുപ്പത്തു നിന്ന് തന്നെയാണ് ചുടുന്നത്. എനിക്ക് തോന്നുന്നു ഗ്യാസിനെക്കാട്ടി ആ ഒരു നല്ലോണം വിറകും ഉണ്ട് തീയും അങ്ങോട്ട് കത്തിയാലേ അടുപ്പ് തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് എണ്ണ അങ്ങോട്ട് ചൂടായി നല്ലോണം തീയും കത്തിയാൽ വേഗം ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസ് പിന്നെ ഇപ്പോൾ വല്ലാണ്ട് ഗ്യാസുമ്മേൽ നമുക്ക് അങ്ങോട്ട് കളിക്കലും നടക്കൂല. അതുകൊണ്ടും അല്ല കേട്ടോ, അടുപ്പത്തു നിന്നായാൽ വേഗം ചുട്ട് കയ്യല്ലോ. വലിയ ആ ഒരു ചീഞ്ചട്ടി അങ്ങോട്ട് വെച്ചാൽ ഇതിമേ തന്നെ വേഗം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തീ ഇന്ന് നമ്മളെ കളിപ്പിച്ചിട്ടൊന്നുമില്ല. ഇന്ന് പിന്നെ നല്ല ഉഷാറായി കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു നോമ്പ് തുറ കഴിച്ച ദിവസം 27 രാവിൻ്റെ അന്നായിരുന്നു കേട്ടോ. അപ്പോൾ 27 രാവിൻ്റെ അന്ന് തന്നെ നല്ലൊരു ദിവസമാണല്ലോ. എല്ലാവരെയും വിളിച്ച് നമ്മളെ കൊണ്ട് കഴിയും പോലെ ചെറിയൊരു നോമ്പ് തുറ കഴിച്ചു. ഉസ്താദിൻ്റെ ചിലവ് നമുക്ക് ഈ പ്രാവശ്യം ഉസ്താദിൻ്റെ ചിലവ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു അവർ പിന്നെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ചിലവ് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയതാണ് കേട്ടോ. അവരോട് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും അൽഹംദുലില്ലൊക്കെ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു. എന്നാലും പക്ഷേ വൈകുന്നേരം ആ ഒരു നോമ്പ് തുറക്കാനായപ്പോൾ കറണ്ട് ചെറുതായിട്ടൊന്ന് വന്നും പോയും കളിച്ച്, അതുപോലെ ചെറിയൊരു മഴയും കാറ്റൊക്കെ ആയിട്ടൊന്ന് നമ്മളതാക്കി. എന്നാലും മഴ എന്ന് പറയുന്നത് ഒരു ബർക്കത്തും റഹ്മത്തൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ അതും അങ്ങനെ ആ ഒരു സന്തോഷത്തിലായിട്ടോ. അത് പിന്നെ കറണ്ട് പോകുക വരിക ആ ഒരു രീതി, നല്ല കാറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ ബോണ്ടയും ചുട്ട് കഴിഞ്ഞു, അതുപോലെ സമൂസയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മന്തിയിലേക്കുള്ള ചിക്കനും അടുപ്പത്ത് നിന്ന് തന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് അത് പൊരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയി നമ്മൾ അടുക്കളയിൽ ആ ഒരു പോകുമ്പോൾ കത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ കത്തിയും കൊണ്ട് നിൽക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ ജ്യൂസ് അടിക്കുന്ന ആ ഒരു സമയത്ത്, ഈ ഒരു ലാസ്റ്റ് സമയത്ത് കറണ്ട് ഒന്ന് പോയിട്ട് നമ്മളൊന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നോമ്പ് തുറക്കുന്ന ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോഴത്തേക്കും എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും കറണ്ട് പോയിട്ടുണ്ട്. നല്ല കാറ്റുമാണ് കേട്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ മന്തീൻ്റെ മസാല ഇപ്പുറത്തെ അടുപ്പിൽ കത്തിച്ചിട്ട് മന്തീൻ്റെ മസാല അവിടുന്ന് ആക്കുന്നുണ്ട്. പിന്നെ ഒരടുപ്പിൽ അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ചൂടാക്കിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, ആ ഒരു ചമ്മന്തിയും അതും ആക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓന് ജ്യൂസും അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിലേക്ക് ജ്യൂസ് അടിക്കാനുള്ളത് കൊടുത്തയക്കാനുണ്ടായിനി, അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പുരേന്ന് ഉപ്പച്ചിയും ഉമ്മയും വന്നിട്ടില്ല. ആങ്ങളെയും പിന്നെ അനിയന്മാരും ഒരു രണ്ടാൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരാങ്ങളെയാണുള്ളത്. പിന്നെ അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരൻ പറഞ്ഞാൽ നമ്മളെ അനിയനെ പോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അനിയന്മാർ രണ്ടാളെന്ന് പറഞ്ഞത്. അപ്പോൾ ഓരും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരും നമ്മൾ ഹാളിൽ ആ ഒരു ടേബിളൊക്കെ ഒന്ന് തിരിച്ചിട്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള ആ ഒരു സൗകര്യത്തിൽ ആണുങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളും പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും നമ്മൾ ഇവിടെ റൂമിൽ പായിട്ടിട്ട് അങ്ങനെ കൊണ്ടുവച്ചിട്ടിരുന്നതാണ്. അടുക്കളയിൽ എല്ലാം സാധനങ്ങൾ പിന്നെ കുറേ കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ പായിട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ റൂമിലിട്ടിട്ട് ആ ഒരു റൂമിലാകുമ്പോൾ കുറച്ചൊരു സൗകര്യം ഉണ്ടായിരുന്നു. എന്നാലും ടേബിളൊക്കെ എടുക്കുകയാണെങ്കിൽ പുറത്തിടായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ മഴയും ഇതൊക്കെ വന്നതുകൊണ്ട് നമുക്കതൊന്ന് അങ്ങനെ ഇടാൻ വേണ്ടി പറ്റിയില്ല. എന്നാലും അൽഹംദുലില്ലാ എല്ലാവരും നല്ലോണം ഇരുന്ന് റാഹത്തായിട്ട് തന്നെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മന്തി ചോറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്ത ഒരു സമയത്ത് ചോറിനുള്ളത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഇളക്കിയൊക്കെ കൊടുത്തു. പിന്നെ അനിയന് അത് ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഉസ്താദൊക്കെ വന്നു, അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് വീഡിയോ എടുക്കുക, ഇതൊക്കെ ഇങ്ങനെ ഒളിച്ച് നിന്നിട്ട് എടുത്തതാണ് കേട്ടോ. മടിയാണ്, നമ്മൾ മാത്രമുള്ള പോലെ അല്ല, ഉസ്താദൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി വീഡിയോ എടുക്കലൊന്നും കഴിയൂലല്ലോ. അപ്പോൾ ഓർക്കുള്ള അവിടെ കൊടുത്തു. പിന്നെ നാഫിമോൻ്റെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കും അവിടെ പായിട്ട് കൊടുത്ത് കുട്ടിയൊക്കെ അങ്ങനെ കൊടുത്തു. പിന്നെ ആണുങ്ങളെല്ലാവരും കഴിക്കലും ഒരു പള്ളിയിൽ പോവലും തറാവിക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളും എല്ലാവരും ഞങ്ങളും ഇവിടെ ടേബിൾമേ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും പാടെ. അങ്ങനെ ഇതാ പാത്രം കഴുകലും വൃത്തിയാക്കലും ഒതുക്കലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു, എല്ലാം ഒന്ന് റാഹത്തായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.